സർ ഐ നോ ഇംഗ്ലീഷ് ബട്ട് നോട്ട് കമ്മിങ്. ഞാൻ ആക്ച്വലി ഈ പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ, ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാനൊരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രെയിനറാണെന്ന് അറിയുന്ന പല ആളുകളും, ഞാൻ പരിചയപ്പെടുന്ന പല ആളുകളും, അല്ലെങ്കിൽ സ്കൂളുകളിലേക്ക് പോകുന്ന സമയത്ത്, ഇപ്പോൾ കോളേജുകളിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ഒത്തിരി ആളുകൾ എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, സർ ഐ നോ ഇംഗ്ലീഷ് ബട്ട് നോട്ട് കമ്മിങ്. തമാശ രൂപേണയാണ് അവരത് പറയുന്നെങ്കിൽ പോലും അത് വളരെയധികം നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം നമുക്ക് അത്യാവശ്യം വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഉണ്ടായിട്ടും നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഭാഷ എഴുതാനും വായിക്കാനുമുള്ള കഴിവുണ്ടായിട്ടും ഈ ഭാഷ സംസാരിക്കാൻ കഴിയാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് സർ നോട്ട് കമ്മിങ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എല്ലായ്പ്പോഴും ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഇവിടെ അതിൻ്റെ ഒരു റീസൺ. കാരണം നമ്മൾ ഈ ഭാഷയെ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഈ ഭാഷയെ എങ്ങനെയാണ് നമ്മൾ സമീപിച്ചത് എന്നാണ്. ഇപ്പോൾ നമ്മൾ സ്കൂൾ കാലഘട്ടം മുതലേ കോളേജുകളിലൊക്കെ നമ്മൾ ഈ ഭാഷയെ സമീപിക്കുന്നതിൽ ഭൂരിഭാഗം ആളുകളും സമീപിക്കുന്നത് നന്നായി എഴുതാനും നന്നായി വായിക്കാനുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം തെറ്റില്ലാതെ, തരക്കേടില്ലാതെ എഴുതാനും വായിക്കാനും ഒക്കെ അറിയാം. സംസാരിക്കുന്ന ഒരു സൈഡിലേക്ക് വരുന്ന സമയത്ത് ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് സർ ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസോട് കൂടി പറയാൻ നമുക്ക് എന്ത് ചെയ്യാറില്ല, സാധിക്കാറില്ല. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞത് തന്നെയാണ്. കാരണം എഴുതാനും വായിക്കാനും നമ്മൾ കൊടുത്ത പ്രാധാന്യം പറയാൻ നമ്മൾ കൊടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്ന സമയത്ത് തെറ്റുമോ എന്നുള്ളൊരു പേടി നമ്മളെ വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്യാറുണ്ട്. മലയാളികളുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് അല്ലേ, റൈറ്റ്, തെറ്റുമോ എന്നുള്ള പേടി, അല്ലെങ്കിൽ മറ്റൊരാൾ എന്ത് വിചാരിക്കും എന്നുള്ളൊരു പേടിയൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏതൊരു ഭാഷയും നമ്മൾ പഠിക്കുന്നത് ആ ഭാഷയുടെ ഗ്രാമർ പഠിച്ചിട്ടോ, അല്ലെങ്കിൽ ആ ഭാഷയിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്, അതിൻ്റെ ഒരുപാട് ഗ്രാമാറ്റിക്കലി അതിൻ്റെ ഒരുപാട് ഡീപ്പായിട്ട് പോയിട്ടൊന്നുമല്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ വളരെ മനോഹരമായിട്ട് മലയാളം സംസാരിക്കുന്നില്ലേ. അപ്പോൾ പ്രാക്ടീസ് ചെയ്യും തോറും നമുക്ക് സംസാരിക്കാനുള്ള കഴിവ് കൂടും. അല്ലെങ്കിൽ ഏതൊരു കാര്യമാണോ നമ്മൾ നന്നായി കേട്ടുകൊണ്ടും അല്ലെങ്കിൽ സംസാരിച്ചു കൊണ്ടും പ്രാക്ടീസ് ചെയ്യുന്നത്, അവിടെ നമുക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും എന്നതിൻ്റെ ഒരു തെളിവാണ് ഈ അടുത്ത കാലത്ത് ഞാൻ ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ചാനലിൽ ഒരു അന്യസംസ്ഥാന തൊഴിലാളി ശ്രീരാഗമു എന്ന് പറയുന്ന ഈ പാട്ട് വളരെ മനോഹരമായി പാടുന്നത് കണ്ടു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ വ്യക്തിക്ക് നമ്മുടെ മലയാള ഭാഷയിൽ എത്ര അക്ഷരങ്ങൾ ഉണ്ടാകുമെന്നോ, ഒരുപക്ഷെ എത്ര അക്ഷരങ്ങൾ ഉണ്ടാകുമെന്നോ, അല്ലെങ്കിൽ ആ മലയാള ഭാഷ എങ്ങനെയാണ് നന്നായി എഴുതുക എന്നോ, അല്ലെങ്കിൽ ആ പാടിയ പാട്ട് തന്നെ മനോഹരമായി എഴുതാനോ അദ്ദേഹത്തിന് കഴിയണമെന്നില്ല. പക്ഷേ എങ്ങനെയാണ് അദ്ദേഹം ആ പാട്ട് നന്നായി പാടിയത്? അത് നിരന്തരമായി കേട്ടും പ്രാക്ടീസ് ചെയ്തും കൊണ്ട് തന്നെയാണ്. എനിക്ക് ആ പാട്ട് ഫുള്ളായിട്ട് ഇവിടെ പ്ലേ ചെയ്യാൻ പറ്റില്ല, ചിലപ്പം കോപ്പിറൈറ്റ് ഒക്കെ വരും. ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോക്കൂ, അടിപൊളി പാട്ടാണ്. ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ച, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവ് നേടിയ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഞാൻ ഐ വുഡ് ലവ് ടു ഡു ദാറ്റ്. എങ്ങനെയാണ് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചത്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഏതൊക്കെ ടെക്നിക്സുകൾ ഉപയോഗിക്കാം എന്നൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചാനൽ നിർബന്ധമായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ ദിവസവും പറ്റുന്ന സമയങ്ങളിലൊക്കെ, ഒഴിവ് സമയങ്ങളിലൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് എന്ത് ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സോ സ്റ്റേ ട്യൂൺഡ്. ഒരു പേഴ്സണൽ മെൻറ്ററിൻ്റെ സഹായത്തോടെ ഇംഗ്ലീഷ് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, our contact details are in the description below. Feel free to contact us.